പ്രിയപ്പെട്ടവരെ നമസ്കാരം. കേരളത്തിൻ്റെ പൊതുസമൂഹത്തോട് പി.സി. ജോർജ് വർഗീയ പരാമർശം നടത്തിയിട്ട് ഇന്നേക്ക് 4 ദിവസമായി. കേരളത്തിലെ മുസ്ലിങ്ങളെല്ലാം തീവ്രവാദികളാണെന്നും രാജ്യത്തെ മുസ്ലിങ്ങളെല്ലാം പാകിസ്ഥാനിൽ പോകേണ്ടവരാണെന്നും അങ്ങനെ അവർ പാകിസ്ഥാനിലേക്ക് പോയി കഴിഞ്ഞാൽ വളരെ സുഗമമായി മറ്റുള്ള ജനവിഭാഗങ്ങൾ ഇവിടെ താമസിക്കുമെന്നുമെല്ലാം ഒരു ചാനൽ ചർച്ചയിൽ അദ്ദേഹം പറയുമ്പോൾ ആ ചാനൽ ചർച്ച നിയന്ത്രിക്കുന്ന ആൾ ഇടപെടാതെ ചിരിച്ചുകൊണ്ട് അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിക്കുന്നതാണ് നമ്മൾ കണ്ടത്. അത് കഴിഞ്ഞ് 4 ദിവസമായിട്ടും കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൽ നിന്നും അതിനെതിരെ കാര്യമായ പ്രതികരണങ്ങളും ഉണ്ടാവുന്നില്ല. പല പോലീസ് സ്റ്റേഷനുകളായി പരാതി കൊടുത്തിട്ട് പോലും പി.സി. ജോർജിന് ഈ നിമിഷം വരെ അദ്ദേഹത്തിനെതിരെ യാതൊരു നടപടിയും കേരള പോലീസ് എടുത്തിട്ടുമില്ല. നമുക്കറിയാം, കേരളത്തിലെ മുസ്ലിങ്ങളെ പറഞ്ഞാൽ യാതൊരുവിധ പ്രശ്നവും ഇന്ന് കേരളത്തിൽ ഇല്ലാതായിരിക്കുന്നു. കേരളത്തിലെ മുസ്ലിങ്ങൾക്കെതിരെ പൊതുബോധം സൃഷ്ടിക്കാൻ വേണ്ടി ഒരു ഗൂഢാലോചന നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ കാലങ്ങളിൽ നടന്ന ചർച്ചകളൊക്കെ. നമുക്കറിയാം, ലവ് ജിഹാദിൽ തുടങ്ങിയ ചർച്ചകളാണ്. ലവ് ജിഹാദിൽ പ്രതിസ്ഥാനത്ത് മുസ്ലിങ്ങളായിരുന്നു. ഹലാൽ ഭക്ഷണവുമായി ബന്ധപ്പെട്ടും പ്രതിസ്ഥാനത്ത് മുസ്ലിങ്ങളായിരുന്നു. ഈ അടുത്ത് നടന്ന മെക്സവനുമായി നടന്ന ചർച്ച, പാലക്കാട് ഉപതെരഞ്ഞെടുപ്പും വയനാട് ഉപതെരഞ്ഞെടുപ്പിലും പ്രതിസ്ഥാനത്ത് മുസ്ലിങ്ങളായിരുന്നു. അങ്ങനെ എല്ലാ ചർച്ചയെടുത്താലും അതിൻ്റെ പ്രതിസ്ഥാനത്ത് മുസ്ലിങ്ങളെ നിർത്തുകയും അങ്ങനെ മുസ്ലിം വിരുദ്ധ പൊതുബോധം ഉണ്ടാക്കുന്നതിന് മാധ്യമങ്ങളെ കൂട്ടുപിടിച്ച് ഒരു ശ്രമം കേരളത്തിൽ നടക്കുന്നുണ്ട്. ഇത് കേരളത്തിന് പുറത്ത് ഫാസിസ്റ്റ് ശക്തികൾ നടത്തി വിജയിച്ച പരിപാടിയാണ്. അതുകൊണ്ട് തന്നെയാണ് അവരുടെ ഇലക്ഷൻ നടക്കുമ്പോൾ മുസ്ലിം നാമധാരികളെ സ്റ്റേജിൽ നിന്ന് മാറ്റി നിർത്തുന്നതും കാലാകാലങ്ങളായി കേന്ദ്രത്തിൻ്റെ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരും അല്ലെങ്കിൽ വലിയ രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഇഫ്താർ മീറ്റുകൾ നടത്തുന്നുണ്ടായിരുന്നു. അതെല്ലാം ഇന്നത്തെ കാലത്ത് നടത്തുന്നില്ല, അതെല്ലാം ഒഴിവാക്കി. ഇങ്ങനെ ഒരു ബോധം നിലനിൽക്കുന്നത് കൊണ്ടാണ് അതൊക്കെ സംഭവിക്കുന്നത്. അവിടെ പരീക്ഷിച്ച് വിജയിച്ച ഒരു സംവിധാനം കേരളത്തിലും കൊണ്ടുവന്ന് കേരളത്തിലെ മുസ്ലിങ്ങൾക്കെതിരെ ഒരു പൊതുബോധം ഉണ്ടാക്കാൻ വേണ്ടി വളരെ ഗൂഢാലോചനമായ ഒരു ശ്രമം നടക്കുന്നുണ്ട്. ഇത് കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികളും മുസ്ലിം സമൂഹവും തിരിച്ചറിഞ്ഞ് അതിനെ പ്രതിരോധിക്കണമെന്നാണ് എനിക്ക് ഈ വീഡിയോയിലൂടെ പറയാനുള്ളത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.